ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം തുടരുന്നു. രാജസ്ഥാനിൽ 3 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. സിബി ജോസഫ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സിബി, ഏകദേശം 3965 പേരാണ് നിലവിൽ ഇതുവരെ ചികിത്സ തേടിയതെന്ന് മനസ്സിലാക്കുന്നു. 3 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. നിലവിലെ സാഹചര്യം എന്താണ്? ആര്യ, തീർച്ചയായും കേരളത്തിൽ വലിയ മഴയാണെങ്കിൽ ഇവിടെ വലിയ ചൂട്, കൊടും ചൂട് എന്ന് പറയാം. പ്രത്യേകിച്ച് 50% വരെ 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് പലയിടത്തും ഉത്തരേന്ത്യയിലെല്ലാം തന്നെ ഇപ്പോൾ ഈ ഉഷ്ണതരംഗം അല്ലെങ്കിൽ താപനില രേഖപ്പെടുത്തുന്നത്. ദില്ലി, ഹരിയാന, രാജസ്ഥാൻ എന്നിവിടെയാണ് കൊടും ചൂട് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് രാജസ്ഥാനിൽ ഇന്നിപ്പോൾ 3 പേർ കൂടി ഈ അതിഉഷ്ണതരംഗത്തിൽ മരിച്ചു എന്നുള്ളതാണ്. ഇതിൽ ഇപ്പോൾ നിലവിൽ ഇതുവരെ ഈ ഒരു ഉഷ്ണതരംഗത്തിൽ രാജസ്ഥാനിൽ മാത്രം ഒരു സൈനികൻ ഉൾപ്പെടെ 15 പേർ മരിച്ചതായും റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ രാജസ്ഥാനിലെ ചുരുവിലാണ് ഏറ്റവും കൂടുതൽ ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത്. 50.5 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രാജസ്ഥാനിൽ രേഖപ്പെടുത്തിയത്. അതുകൂടാതെ രാജസ്ഥാനിലെ മറ്റ് ഝാൻസി പോലുള്ള ഗംഗാനഗർ, രാജസ്ഥാനിലെ പിലാനി, ഫലോഡി, ഝാൻസി തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം തന്നെയും 49 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില. മറ്റൊന്ന് ഹരിയാനയാണ്. ഹരിയാനയിലെ സിർസയിലെല്ലാം തന്നെയും 50.3 ഡിഗ്രി സെൽഷ്യസ് ഹരിയാനയിലെ സിർസയിൽ രേഖപ്പെടുത്തുന്നു. അതുകൂടാതെ മുങ്കേഷ്പൂർ, നരേല, നജഫ്ഗഡ് തുടങ്ങി ദില്ലിയിലെ പല പ്രദേശങ്ങളും 49 ഡിഗ്രിക്ക് മുകളിലാണ് താപനില. അങ്ങനെ വളരെ വലിയ അതികഠിനമായ ചൂട് ഉത്തരേന്ത്യ ചുട്ടുപൊള്ളുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ വളരെ വലിയ ആരോഗ്യ പ്രശ്നമുണ്ട്. നിരവധി പേർ ആശുപത്രികളിൽ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ചികിത്സ തേടുന്നുണ്ട്. ഏകദേശം 3900-ലധികം ആളുകൾ രാജസ്ഥാനിൽ മാത്രം ചികിത്സ തേടിയിട്ടുണ്ട്. അങ്ങനെ വളരെ വലിയ രീതിയിൽ ഉത്തരേന്ത്യയിൽ ഒരു കടുത്ത ഉഷ്ണ തരംഗമാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. 50% മുകളിലാണ്. പ്രത്യേകിച്ച് യു-പിയിലും ഹരിയാനയിലും രാജസ്ഥാനിലും ദില്ലിയിലുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. ഉത്തരേന്ത്യയിലാകമാനം എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പോൾ കടുത്ത ചൂട് തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഹിമാചലിലും കശ്മീരിലും പോലും ഇപ്പോൾ ചൂട് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ മെയ് 30-ന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു മാസത്തിന് ശേഷം ഒരു അല്പം ചൂടിൽ കുറവുണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ IMD എല്ലാം തന്നെയും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കൊടും ചൂട് തന്നെയാണ് ഇപ്പോൾ ഈ ഉത്തരേന്ത്യയിലാകമാനം രേഖപ്പെടുത്തുന്നത്. ആര്യ, ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.